ഫ്രണ്ട്സ്, ഈ ഫിലിമിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന ആളുടെ പേരാണ് റാം. മകൾ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചുപോയി. അതിന്റെ അന്വേഷണത്തിലായിരുന്നു ഇയാൾ. അന്വേഷണം രഹസ്യമായിട്ടായിരുന്നു കൊണ്ടു നടക്കുന്നത്. ആൾക്കാർ ഇയാൾ അറിയാതെ തന്നെ ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അവരിതൊക്കെ ചെയ്യുന്നത്. അയാൾ കാരണം ജോലി നഷ്ടമായ കുറച്ച് പോലീസുകാരായിരുന്നു അയാളുടെ പുറകെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അയാൾ ഓട്ടോയിൽ പോകുമ്പോൾ വഴി വെച്ച് ഒരു കുട്ടിയും അച്ഛനും കയറുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ സ്വന്തം മകളെ ആയിരുന്നു അയാൾ ഓർമ്മ വന്നത്. അങ്ങനെ അയാൾ പഴയ കാലം ആലോചിക്കും. നല്ല നിമിഷങ്ങൾ അയാൾ ഒരു നിമിഷം ഓർത്തു പോവുകയായിരുന്നു. അങ്ങനെ അയാൾ പെട്ടെന്ന് ഫോൺ നോക്കി. വീട്ടിൽ ക്യാമറ ഘടിപ്പിച്ചതുകൊണ്ട് അയാൾക്ക് എവിടെ ഇരുന്നാലും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. വന്നത് ആ കുട്ടി പഠിച്ച കോളേജിലെ സാറായിരുന്നു. മുന്നിൽ റാം മരിച്ചതായിട്ടായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ആ കുട്ടിയുടെ മരണത്തിൽ ഇയാൾക്കൊരു പങ്കുണ്ടെന്ന് കരുതി അവരെല്ലാം രഹസ്യമായിട്ടായിരുന്നു വെക്കുക. അങ്ങനെ അന്വേഷിച്ച് റാം എത്തിയത് നിമിഷയുടെ കൂട്ടുകാരിയായ ശാന്തിയുടെ അടുത്തായിരുന്നു. ശാന്തി പറയാണ് നിമിഷയ്ക്കൊരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഗർഭിണിയായിരുന്നു എന്നാണ് പറഞ്ഞത്. കോളേജിൽ തന്നെയുള്ള പയ്യനാണ്, നിരന്തരമായി അവളെ ശല്യം ചെയ്യുമായിരുന്നു. പിന്നീട് അവൾക്കും അവനോട് ഇഷ്ടമുണ്ടായിരുന്നെന്നായിരുന്നു ശാന്തി പറഞ്ഞത്. ആദ്യം റാമിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പയ്യനെ കണ്ടെത്താൻ ശാന്തി കൂടെ വരണമെന്ന് പറഞ്ഞ് ശാന്തിയെ ഭീഷണിപ്പെടുത്തി റാം കൊണ്ടുപോവുകയായിരുന്നു. അതേസമയം തന്നെ പോലീസുകാരെല്ലാവരും കൂടി റാമിനെ അന്വേഷിക്കുകയും ചെയ്യുന്നു. മകൾ ഗർഭിണിയായതിന് കാരണം ആ പയ്യനാണെന്ന് പറഞ്ഞ് അവനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു റാം. കൂടെ ശാന്തിയും ഉണ്ടായി. ആദ്യം ശാന്തിയുടെ അടുത്തായിരുന്നു അവൻ പരിചയമായി വന്നത്. ആ കാര്യങ്ങളെല്ലാം അവൾ ഒരു നിമിഷം ഓർക്കുകയായിരുന്നു. പിന്നെ പതിയെ ആയിരുന്നു നിമിഷയായിട്ട് അവൻ കൂട്ടായി തുടങ്ങിയത്. ഒരു സഹോദരിയെ പോലെ ആയിരുന്നു അവൻ ആദ്യം ശാന്തിയെ കണ്ടത്. ആദ്യമായി രാഖി കെട്ടാൻ നിമിഷം അടിച്ചപ്പോഴാണ് അവനോട് ചെറിയ താല്പര്യമുണ്ടെന്ന് അവനന്ന് മനസ്സിലായത്. റാം ആരുമില്ലാത്തൊരു സ്ഥലം നോക്കി അവനെ കൊല്ലാനായിരുന്നു. തന്നെ സസ്പെൻഡായ പോലീസുകാരും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. സീനിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾക്ക് സസ്പെൻഷൻ കിട്ടാനുള്ള കാരണമെന്നാണ്. റാമിന്റെ മകളും ആ പോലീസുകാരന്റെ മകളും ഒരു കോളേജിലായിരുന്നു പഠിച്ചത്. വഴി വെച്ച നിമിഷയെ ഒരു പയ്യൻ കൈക്ക് പിടിക്കുന്നത് ആ പോലീസുകാരൻ കണ്ടു. അവ തടഞ്ഞു നിർത്തി ഇങ്ങനെയൊക്കെയാണോ നടക്കേണ്ടതെന്ന് പറഞ്ഞ് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. കാണാനിട്ട് പോലീസ് സ്റ്റേഷനാന്ന് പറഞ്ഞിട്ട് റാമും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ റാമിനെ അപമാനിച്ചു വിടുകയായിരുന്നു. തന്നെ മേലുദ്യോഗസ്ഥന് കംപ്ലൈന്റ് കൊടുക്കുകയായിരുന്നു. അങ്ങനെ അയാൾക്ക് സസ്പെൻഷൻ കിട്ടുകയും ചെയ്തു. അതുകൂടാതെ തന്നെ ഈ സംഭവം പറഞ്ഞ് ആ പോലീസുകാരന്റെ മകളും അയാളെ വെറുക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു നല്ല അച്ഛനല്ല എന്ന് പറഞ്ഞ് മകൾ ഇതുവരെയായിട്ടും അയാളോട് സംസാരിക്കുന്നില്ല. ഇതിന്റെ എല്ലാ വൈരാഗ്യമായിരുന്നു റാമിനോട് അയാൾ തീർക്കുന്നത്. അങ്ങനെ റാം ശാന്തിയോട് ചോദിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും നമ്മളെന്ന്. എൻ്റെ അടുത്ത് പറയാത്തൊരു രഹസ്യമുണ്ട് എൻ്റെ മനസ്സ്, അത് ഞാൻ തുറന്ന് പറയുകയാണെന്ന് പറയാണ്. ഗർഭിണിയാണെന്ന് പറഞ്ഞത് വ്യാജമാണെന്ന് പറയുകയായിരുന്നു ശാന്തി. അവൾ ഗർഭിണിയാണെന്ന് മനഃപൂർവ്വം വരുത്തി തീർത്തതാണ്. അച്ഛനും പരിസരത്തുമായി കുറേ നാളായിട്ട് ഒരു മരുന്ന് റാക്കറ്റ് പ്രവർത്തിക്കുന്നു. മയക്കുമരുന്ന് അവരുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അറിയാതെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി മാറും. തന്നെയുള്ള മറ്റു പെൺകുട്ടികൾ ഇതുപോലെ അകപ്പെട്ടിട്ടുണ്ടെന്നും മറ്റു പലരെ പിന്നെ കാണാതായിട്ടുമുണ്ടെന്ന് അവൾ പറയുകയാണ്. അങ്ങനെ നിമിഷ പ്രഗ്നൻസി ടെസ്റ്റിന്റെ കിറ്റ് വാങ്ങിയ മെഡിക്കൽ സ്റ്റോറിൽ പോയി അവർ അന്വേഷിക്കുകയാണ്. ശാന്തി പറയുകയാണ്, പല മന്ത്രിമാരും ഉന്നത തലത്തിൽ ഇരിക്കുന്നവർക്കെല്ലാം ഈ മയക്കുമരുന്നിന്റെ കച്ചവടത്തിലൊരു ഭാഗമാണെന്ന് പറയുകയാണ്. വീട്ടിൽ വന്ന് അവരുടെ കണ്ടെത്തലുകളും കാര്യങ്ങളും റാം ഭാര്യയോട് പറയുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് അന്ന് മരിക്കുന്നതിന് മുന്നേ റാമിന്റെ മോൾ റാമിനെ വിളിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ദിവസം നിമിഷ അന്ന് രാത്രി അച്ഛനെ വിളിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛാ ഞാൻ ഗർഭിണിയാണ്, പക്ഷെ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, അച്ഛനും കുടുംബത്തിനും ഞാനൊരു ഭാരമാണെന്ന് പറഞ്ഞിട്ട് അവൾ മരിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ റാം ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇപ്പം എവിടാ, ഞാൻ ഉടനെ വരാമെന്ന്. പക്ഷെ മരിക്കാൻ വേണ്ടി റെയിൽപാളത്തിലൂടെ നടക്കുകയായിരുന്നു. ആ സമയമായിരുന്നു വിളിച്ചത്. റാം ഉടനെ തന്നെ വണ്ടി കയറി അവളെ അന്വേഷിച്ച് പോകുന്നു. പിന്നീടാണ് അറിഞ്ഞത് അവൾ മരിച്ചു പോയെന്ന്. പക്ഷെ ആ പെൺകുട്ടിയുടെ ബോഡിയൊന്നും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. നാളത്തെ കഠിന പ്രയത്നത്തിന് ശേഷം റാമും കുറച്ച് ആൾക്കാരും ചേർന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു കേന്ദ്രം കണ്ടുപിടിച്ചു. അങ്ങനെ അവരെയെല്ലാം രക്ഷിക്കുന്ന കൂട്ടത്തിൽ നിമിഷയെ കണ്ടു. പോയെന്ന് വിചാരിച്ചിരുന്ന തൻ്റെ മകളെ കണ്ടപ്പോൾ ശരിക്കും റാമിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അങ്ങനെ അവൻ ചോദിക്കുകയാണ് സത്യം. അവൾ സത്യം പറയുകയാണ്. മരിക്കാനായിട്ട് അവൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന്റെ മുടി ചാടാൻ പോയപ്പോൾ കുറച്ച് ആൾക്കാർ അവളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. നിമിഷയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അവന്മാര്. അന്നേ തട്ടിക്കൊണ്ട് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ അവളെ ഒരു മരിച്ചയാളായിട്ട് ധരിപ്പിക്കുകയും ചെയ്തു.